കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബോംബ് വെച്ച് തകർക്കുമെന്നുള്ള ഭീഷണി ഇന്ന് രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:25 കൂടിയാണ് പ്രിൻസിപ്പാളിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്നത്. ഇതിൽ പ്രധാനമായും കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വകഭേദമായ ISKP അതോടൊപ്പം തന്നെ LTTയിലെ മുൻ അംഗങ്ങൾ എന്നിവരുടെ പേരിലാണ് ഇത്തരത്തിലൊരു മെയിൽ ഐ ഡി വന്നിരിക്കുന്നത്. മുഹമ്മദ് വിക്രം രാജ്ഗുരു എന്നൊരാളുടെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വ്യാജ സന്ദേശം എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലൊരു സന്ദേശം ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ പോലീസ് വ്യാപകമായ ഒരു പരിശോധനയാണ് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നടത്തുന്നത്. ഉൾഭാഗത്തടക്കം ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് രോഗികളാണ് ഈ ആശുപത്രിയിലുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ അത്യാഹിത വിഭാഗത്തിലാണ് പരിശോധന പൂർത്തീകരിച്ചത്. അതിനുശേഷം OP അതോടൊപ്പം തന്നെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഓഫീസുകൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ആ സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 1:35 ഈ ബോംബ് പൊട്ടിത്തെറിക്കും. 100 മീറ്റർ പരിധിയിലേക്ക് വന്ന് റിമോട്ട് സംവിധാനം ഉപയോഗിച്ച് ഈ ബോംബ് പൊട്ടിക്കും എന്നതാണ് പ്രധാനമായും ഈ ബോംബ് ഭീഷണിയിലുള്ളത്. അത്തരത്തിൽ ബോംബ് പൊട്ടിയിട്ടില്ല എങ്കിൽ ഈ ചാവേറുകൾ ഇവിടേക്ക് വരികയും ആത്മഹത്യാ സ്ക്വാഡുകളായി മനുഷ്യ ബോംബുകളായി ഇത് പൊട്ടിക്കും എന്നുള്ള കാര്യം കൂടി ഈ ബോംബ് ഭീഷണിയുടെ ഭാഗമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നായനാർ ദാസ് യൂണിയൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി. ഇത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കണമെന്ന ഒരാവശ്യമാണ് അവർ ഉയർത്തിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രത്യേകിച്ച് കോഴിക്കോട് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജിലേക്ക് ഇത്തരത്തിലൊരു വ്യാജ സന്ദേശം അയക്കാനിടയാക്കിയ സംഭവം കാര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു വ്യാജമായ ഒരു സന്ദേശം ആണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇതിനെ കാണുകയും ചെയ്യുന്നത്. അതേസമയത്ത് ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ സന്ദേശത്തെ പോലീസ് കാണുന്നത്. നേരത്തെ കോഴിക്കോട് കലക്ട്രേറ്റിലേക്ക് അടക്കം ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായി വരുന്നൊരു സാഹചര്യത്തിൽ ഇതിന് ഉറവിടം കണ്ടെത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും അത്തരത്തിലൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ്. ഏതായാലും ഇതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ യാതൊരു തരത്തിലുള്ള സാധനങ്ങളും സംശയാസ്പദമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.